ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ കൂടാതെ മറ്റൊരു കണക്ഷൻ ഉണ്ടോ എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്നും പോസിറ്റീവായിട്ടിരുന്ന് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. ഫിനാൻസ് സംബന്ധമായ ബുദ്ധിമുട്ടൊക്കെ നിങ്ങളുടെ ബന്ധത്തിലുണ്ട്. അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അതായത് ഫിനാൻഷ്യലി നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. എന്നാലും ഈ വ്യക്തി എന്താ പറയുക, എന്തൊക്കെ പ്രശ്നമാണെങ്കിലും ആൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന കൂട്ടത്തിലാണ്. അടങ്ങിയിരിക്കത്തില്ല, ആൾ മുന്നോട്ട് പോകും. കാര്യങ്ങളൊക്കെ വിചാരിച്ചതുപോലെയൊക്കെ കരിയറിലായാലും ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും ആൾ മുന്നോട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ചില സാഹചര്യത്തിൽ എല്ലായിടത്തും നല്ല എനർജി, എന്താ പറയുക, ആര് കണ്ടാലും പെട്ടെന്ന് അട്രാക്റ്റ് ആകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നല്ല എനർജിയാണ്. അവർക്ക് ഫിനാൻസ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അറിയിക്കത്തില്ല. മറ്റുള്ളവരെ അറിയിക്കാതെ ആയിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. എല്ലായിടത്തും എന്താ പറയുക, ആളെ കണ്ടാലൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. നിങ്ങളുടെ വ്യക്തിയെ കണ്ടാലൊന്നും മറ്റുള്ളവർക്കൊന്നും പെട്ടെന്ന് പിടുത്തം കിട്ടണമെന്നില്ല. ആൾക്ക് ഫിനാൻസ് സംബന്ധമായ ഇതുണ്ട്, ആളത് കാണിക്കത്തില്ല. ആൾ കുറച്ചിങ്ങനെ എല്ലായിടത്തും ആൾക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കാം നിൽക്കുന്നത്. ചില സമയത്ത് കുറച്ചൊക്കെ ആളുടെ സംസാര രീതിയൊക്കെ കണ്ട് മറ്റുള്ളവർ വലിയൊരു കാശുകാരനാണ് എന്ന് പോലും തെറ്റിദ്ധരിക്കപ്പെടും. കാരണം ആൾ അങ്ങനെയാണ്. ആൾക്ക് എവിടെയും താഴുന്നത് ഇഷ്ടമല്ല. എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആൾ എന്താ പറയുക, ആൾ നല്ല രീതിയിൽ ഇങ്ങനെ വിൽ പവറുള്ള വ്യക്തിയാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ തന്നെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നതായിട്ട്, നിങ്ങളാണ് ഒരുപാട് എഫേർട്ട് എടുക്കുന്നത്. ഈ വ്യക്തിയെക്കാളും നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്. സ്നേഹത്തിനൊന്നും യാതൊരു കുറവില്ല. അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം തന്നെയാണ്. ആ ഒരു 2 of Cups എനർജി എന്ന് പറയുന്നത് അവരുടെ മനസ്സിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങളെ തന്നെയാണ്. എന്നാലും നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ചൊക്കെ, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് ഫിനാൻസിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി ആയതുകൊണ്ടും അവിടെ ഒരു വിൽ പവർ കൊണ്ട് അവർ എല്ലാം എന്താ പറയുക, എല്ലായിടത്തും അവർ ഓക്കെ ആണ് എന്നുള്ള രീതിയിലാണ് അവർ പോകുന്നത്. എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ പോലും ആൾ തനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നാൽ ഇല്ലായ്മ പറയാൻ വലിയൊരു മടിയാണ് നിങ്ങളുടെ വ്യക്തിക്ക്. ഒന്നുമില്ല എന്ന് പറയില്ല, എല്ലാം ഉണ്ട് എന്നേ പറയൂ. ചില സാഹചര്യത്തിൽ മാത്രം അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതായിരിക്കാം ചില സാഹചര്യത്തിൽ. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഓപ്ഷൻസ് ഉണ്ടോയെന്ന് ചോദ്യത്തിന്, മറ്റ് കണക്ഷൻ ഉണ്ടോയെന്ന് ചോദ്യത്തിന് ആൾക്കുണ്ട് കേട്ടോ. മറ്റ് കണക്ഷനൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ്, ഇല്ല എന്നല്ല. എന്താ വെച്ചാൽ ഇവരെ കണ്ടാൽ ആരും അട്രാക്റ്റ് ആയി പോകും. നമുക്ക് കാണാം, പോയിട്ടുണ്ട്, മറ്റൊരു കണക്ഷൻ ഉണ്ട്. നിങ്ങളെ കൂടാതെ തന്നെ നമുക്ക് കാണാം മറ്റൊരു കണക്ഷൻ ഉണ്ട്. അവർ ഫിസിക്കലി അട്രാക്റ്റ് ആയി പോയതായിരിക്കാം. എന്താ പറയുക, ഫിസിക്കൽ അട്രാക്ഷൻ കൊണ്ട് പോയതായിരിക്കാം. അല്ലെങ്കിൽ ഫിനാൻസ് സംബന്ധം, ഞാൻ പറഞ്ഞില്ലേ, ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ അങ്ങനെ പോയതായിരിക്കാം നിങ്ങളുടെ വ്യക്തി. കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ടാവാം. എന്തോ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി അതിലേക്ക് പെട്ടതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആൾ സ്റ്റക്കായിട്ടുണ്ട്. ചില സാഹചര്യത്തിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ തമ്മിൽ. ഓൺ ആൻഡ് ഓഫ് പോലെ ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷമായിരിക്കാം ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയോ ഈ കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഡബിൾ എനർജി വന്നിട്ടുണ്ട്. ആൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവുന്നുണ്ട്. രണ്ടും ഉണ്ട്. അപ്പോൾ ഈ ഡബിളും ഈ ഹാങ്ഡ് മാൻ എനർജി വന്നുകൊണ്ട് തന്നെ ഇതൊരു ഓൺ ആൻഡ് ഓഫിൽ പോകുന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നതായിരിക്കാം ഈ കണക്ഷൻ. കാരണം ആൾക്ക് വേറെ ഓപ്ഷൻസ് ഉള്ള വ്യക്തിയാണ്, എന്നാലും ഒരു കണക്ഷനിൽ ആൾ പെട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ പെട്ടുപോയിട്ടുണ്ട്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഇതൊന്നും ആൾ മറച്ചു വയ്ക്കുന്നുണ്ടാവാം. പലതും ചില സാഹചര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കാം, എന്നാലും ആൾ ചിലതൊക്കെ നിങ്ങളടുത്ത് മറച്ചു വെക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ആൾ സ്റ്റക്കാണ്. ആൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല.
പക്ഷെ ആൾക്ക് ഇതിൽ നിന്നൊക്കെ പുറത്ത് കടന്ന് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനാണ് ആൾ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, അത് ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വെറും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ് ഈ വ്യക്തിക്ക്. പക്ഷെ അതിലെന്തോ ഒരു സാഹചര്യം കൊണ്ട് ആൾ പെട്ടുപോയതാണ്. ഇവിടെ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ആ ഒരു വഴിക്ക് പെട്ടതായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 7 ഓഫ് വാണ്ട്സ്, ആള് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഓൺ ആൻഡ് ഓഫ് തന്നെയാണ്. ആള് വരുന്നു പോകുന്നു എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് അത് ചീറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. പലപ്പോഴും നിങ്ങളെ വല്ലാതെ ചീറ്റ് ചെയ്യുന്നതായിട്ട് ഈ വ്യക്തിയെ നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവാം. കാരണം അവർ നിന്ന് തരുന്നില്ല നിങ്ങളുടെ മുമ്പിൽ നേരാവണ്ണം. ഈ ഒരു സംഭവത്തിന് ശേഷം അവർ നേരാവണ്ണം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിന്ന് തരുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ കണ്ടോ, മൂന്നാമതൊരു വ്യക്തി കൊണ്ട് നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് കാണാം 3 ഓഫ് ഷോർട്സിൻ്റെ എനർജി നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കണക്ഷൻ ഈ വ്യക്തി, അതായത് ഈ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇത് അറിഞ്ഞിട്ട് നിങ്ങൾ വേദനിച്ചതാവാം. ഇങ്ങനെ ഒരു സംഭവം ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയത് നിങ്ങൾ തമ്മിൽ ഈ ഒരു സംഭവത്തിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾക്കിടയിൽ വഴക്ക് നടന്നതും. നിങ്ങൾ ഹൃദയവേദന അനുഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ വ്യക്തി ആയതിൻ്റെ പേരിൽ നിങ്ങൾക്കത് വലിയൊരു ആഘാതം ഏറ്റിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിനത് താങ്ങാവുന്നതിലും അപ്പുറമായിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങളോടുള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത് അവർക്ക്, ഞാൻ പറഞ്ഞില്ലേ, തേർഡ് പാർട്ടിയോടുള്ളത് അതൊരു പെട്ട് പോയതായിട്ടാണ് കാണുന്നത്. അതിൽ ഇഷ്ടത്തിൻ്റെ ഒരിതല്ല, വെറും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ ഇതിൽ പോയതാവാം. ചിലപ്പോൾ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ അതിൽ പെട്ടുപോയതായിരിക്കാം. പക്ഷേ ഇവിടെ ആൾ ആഗ്രഹിക്കുന്നതും നിങ്ങളോടൊപ്പം ലൈഫ് മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്നതെല്ലാം അത് നിങ്ങളോടൊപ്പം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ആഗ്രഹം എന്നോ അവരുടെ ലൈഫിൽ നിങ്ങളുണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് അവർക്ക് ഉള്ളത്. ഒരു പ്രതീക്ഷ, നിങ്ങൾ എന്നും അവരുടെ കൂടെ ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ വ്യക്തി ഇതൊക്കെ മാറും, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അവരിപ്പോൾ പെട്ട് നിൽക്കുകയാണ്, ഇതിൽ നിന്ന് അവർക്ക് പുറത്ത് കിടക്കണം. നിങ്ങളുടെ വ്യക്തിക്ക് പുറത്ത് കിടക്കാൻ തന്നെയാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. കാരണം അതിൽ 7 ഓഫ് കപ്സിൻ്റെ എനർജിയും ഡബിൾ എനർജിയും ഹാങ്ഡ് മാൻ എനർജിയും മൂന്നും കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് ആ എനർജിയിൽ നിന്ന് 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആൾ ആലോചിക്കുകയാണ്. ശരിക്കും നോക്കുന്നത് പുറത്തോട്ട്. അത് നിങ്ങളെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം എന്നുള്ള ഒരു എനർജിയാണ് ഡബിൾ കാണിക്കുന്നത്. പക്ഷെ അതിലാണ് സ്റ്റക്കാക്കി നിർത്തിയതും. അതാണ് 3 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ശരിക്കും മൂന്നാമതൊരു വ്യക്തി കാരണമാണ് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ തന്നെ ഇന്ന് ഈ നിലയിലായത്. പക്ഷെ ആള് മനസ്സിലാക്കുന്നുണ്ട് ഇതൊരു ഈ ഒരു സമയം കടന്നു പോകും, അല്ലെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ സാധിക്കും. കാരണം ആൾക്ക് വേണ്ടതും ആഗ്രഹിക്കുന്നതും നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ കൂടെ വേണം. ഇവിടെ കാണാം നമുക്ക് ഈ വ്യക്തി ശരിക്കും ഒരു കൂട്ടുകെട്ടിൽ പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ ആയിപ്പോയതെന്നാണ് കാണുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് ആളിങ്ങനെ ആയതെന്ന് വെച്ചാൽ വേറൊരു കൂട്ടുകെട്ടാണ് ആളെ ഇതിലേക്ക് പെടുത്തിയത്. കൂട്ടുകെട്ടിലൂടെയാണ് ആൾക്ക് അങ്ങനെ ഒരു സംഭവം വന്നത്. ശരിക്കും അവിടെ ആൾക്ക് ഭയമുണ്ട് ആ ഒരു കാര്യത്തിൽ. എന്നുവെച്ചാൽ ശരിക്കും കൂട്ടുകെട്ടിൽ പെടുത്തിയത് കൊണ്ട് തന്നെ ആൾക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാനും നിങ്ങളടുത്ത് അഭിനയിക്കേണ്ടി വരുന്നു. ഈ വ്യക്തിക്ക് കൂടുതൽ നിങ്ങളടുത്ത് അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കൊരു ഭയം വരുന്നു. നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വരുമെന്ന് ഇവിടെ മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തി. അപ്പോൾ ഇവിടെ ഈ വ്യക്തിക്ക് അതൊരു വേദനയാണ്, വിഷമമുണ്ട് ആ വ്യക്തിക്ക്. അതൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട്. മൂൺ എനർജി വന്നതുകൊണ്ട് തന്നെ ആ വ്യക്തി അതിൽ വിഷമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഉള്ള അതേ ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ആ വ്യക്തിയും അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരിക്കലും വിശ്വാസവഞ്ചനയാണ് ആൾ ചെയ്തതെന്ന് ആൾക്കറിയാം. എന്നാലും നിങ്ങളോടുള്ള പാഷൻ, നിങ്ങളെ വേണം ആ വ്യക്തിക്ക്, നിങ്ങളെ വേണം എന്ന് തന്നെയാണ് കാണുന്നത്. ഇതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഈ വ്യക്തിക്ക് കണക്ഷൻ ഉള്ളത് നിങ്ങൾക്കറിയാം. അതിൻ്റെ പേരിലാണ് നിങ്ങൾ വഴക്കുണ്ടാക്കിയതും നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയതും. നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചു. ഇതുപോലെ ഈ വ്യക്തിയും അനുഭവിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് ഭയങ്കര ടെൻഷനുണ്ട്, ഭയങ്കര വിഷമമുണ്ട്.
രണ്ടുപേരും പരസ്പരം വഴക്കാണ്. ഏറ്റവും ഷോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ശരിക്കും ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തായാലും ഈ തേർഡ് പാർട്ടിയുടെ അടുത്തായാലും ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാതെ പെട്ടുപോയ ഒരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. ഇനി ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ഒന്ന് എടുത്തു നോക്കാം. എന്തായി തീരും എന്നുള്ളത് അറിയാം നമുക്ക്. ഇപ്പോഴത്തെ ഈ ഒരു തകർച്ച മാറിക്കിട്ടുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കിടയിൽ വലിയൊരു തകർച്ച വന്നിട്ടുണ്ട്. യെസ്, ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും കേട്ടോ. അതിനെ മറികടന്ന് അവർ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാം. മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ 7 ഓഫ് കപ്സിൻ്റെ എനർജി. ആൾ അതിൽ നിന്ന് പുറത്ത് കിടക്കും കേട്ടോ. ആ ഒരു സ്നേഹത്തിൽ നിന്ന് ആൾ പുറത്ത് കിടക്കും. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആൾ പുറത്ത് കിടക്കും. എന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ആ ഒരു ഫാമിലി ലൈഫ് അവർ തിരിച്ചു പിടിക്കും. അപ്പോൾ നിങ്ങളെ അവർക്ക് വിട്ട് കളയാൻ സാധ്യമല്ല. നിങ്ങൾ വേണം. ഏതോ ഒരു നിമിഷത്തിൽ അവർ അട്രാക്റ്റായി പോയതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ഇയാളെ പെടുത്തിയതും ആവാം, നിങ്ങളുടെ വ്യക്തിയെ പെടുത്തിയതും ആവാം. അങ്ങനെ അട്രാക്റ്റായി പോയതാവാം. അല്ലെങ്കിൽ ഫിനാൻസ് സംബന്ധമായിട്ട് അട്രാക്റ്റായത് അവർ ആ ഒരു കൊടുക്കൽ വാങ്ങലുകളിൻ്റെ പേരിൽ അവിടെ പെട്ടുപോയതാവാം. പക്ഷേ ആളുടെ ഉള്ളിൽ ആൾ അത് വിഷമിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യരുതായിരുന്നു. അല്ലെങ്കിൽ പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ ക്ലാരിഫിക്കേഷൻ കാർഡ്സിൽ മനസ്സിലാവുന്നത് ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വ്യക്തി ഇത് കണ്ടോ, ആ ഒരു കണക്ഷൻ തന്നെ വിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ആൾ അവിടെ നിന്നും യാത്ര ചെയ്ത് അവർ നിങ്ങളിലേക്ക് വരും. ഇതാണ് നമുക്ക് മെയിനായിട്ട് കാണുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ആൾ അതിനെ വേണ്ടെന്ന് വെച്ചിട്ട് തന്നെ വരും എന്നാണ് കാണുന്നത് കേട്ടോ. ആ ഒരു സിറ്റുവേഷൻ ഇപ്പോഴുള്ള ഈ ഒരു തകർച്ച നമുക്ക് മാറിക്കിട്ടുമെന്നാണ് കാണുന്നത്. 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ, ഈ ഒരു തകർച്ച, അതായത് ടവർ, ഇതിനി വരുന്നത് റീബർത്തിലേക്കാണ് കേട്ടോ. ആ 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നതുകൊണ്ട് തന്നെ ഇതിൽ വലിയൊരു മാറ്റം, വലിയൊരു ചേഞ്ച് നിങ്ങളുടെ കണക്ഷനിൽ വരും. ആളതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുമാറും. കാരണം എന്ന് വെച്ചാൽ മാസ്റ്റർ ഡെക്കായിട്ട് നമുക്ക് 7 ഓഫ് കപ്സിൻ്റെ എനർജി. അതിൽ നിന്ന് ആൾ പൂർണ്ണമായും തീരുമാനം എടുത്തിട്ട് പുറത്ത് കിടക്കും. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്ത് കിടക്കും ആൾ. അപ്പം നമുക്ക് കാണാം ആ ഒരു 6 ഓഫ് വാൺസിൻ്റെ എനർജി, അതേപോലെ 10 ഓഫ് കപ്സിൻ്റെ എനർജി വന്നുകൊണ്ട് ആൾ നിങ്ങളും ഒപ്പമുള്ള ഒരു ജീവിതത്തിലേക്ക് ആൾ വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.